Hi, welcome to NIMZ Art of Cuisine. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിൾ ചോക്ലേറ്റ് കുക്കിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു ശർക്കരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് ഇത് അരിച്ചെടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് ഉരുക്കിയെടുത്തത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ടൈറ്റ് ആവും. അപ്പോൾ ഇത് വെച്ചിട്ട് വേറെ വഴിക്കൊന്നും പോയേക്കരുത്. വേഗം തന്നെ അരിച്ചു മാറ്റി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയും ശർക്കരയോടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ അരിപ്പയിലേക്ക് ഒരു 200 ഗ്രാം മൈദ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ, കൊക്കോ പൗഡർ ഒരു 20 ഗ്രാം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർക്കണം. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലിരുന്ന ബട്ടർ വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് പഞ്ചസാരയും ശർക്കരയും മിക്സും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ കുക്കി ഉണ്ടാക്കിയെടുക്കാൻ അധികം നേരമൊന്നും വേണ്ട. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഒരു ½ ആൻ അവർ കൊണ്ട് നമ്മുടെ ഈ കുക്കി റെഡിയാവും. പിന്നെ ചില കുക്കീസൊക്കെ ഡഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഈ ഡഫ് ഉണ്ടാക്കിയാൽ നേരിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ്ക് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ഡഫ് ഇത്തിരി ടൈറ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ബട്ടർ കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഡഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കി ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഓവൻ ഒരു 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനിടണം. ഇനി ഡഫിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ബോൾസ് ആക്കി കുക്കീസിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിൽ ഗ്രീസ് ചെയ്യുകയോ ബട്ടർ പേപ്പർ ഇടുകയോ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 170 ഡിഗ്രി ചൂടിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ചിലരുടെ ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസം വരും. 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ എടുക്കും. ഇപ്പോൾ ഈ കുക്കീസ് എല്ലാം ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കുക്കീസ് ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈസി ആൻഡ് ടേസ്റ്റി കുക്കി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.